നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമീബിക് മസ്തിഷ്ക ജ്വരം ഈ വർഷം ആകെയുണ്ടായത് 17 മരണങ്ങൾ. രോഗം ബാധിച്ചത് 66 പേർക്കെന്ന ആരോഗ്യ വകുപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാൾ രോഗമുക്തി നേടി. മുഖ്യമന്ത്രിയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി ഒട്ടകപക്ഷിയെ പോലെ മണ്ണിൽ മുഖം താഴ്ത്തിയിരിക്കുന്നു. മതേതര സർക്കാർ എന്തിനാണ് മതം തിരിച്ച് ചേരി തിരിച്ച് സംഗമം നടത്തുന്നത്? സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമത്തിൽ ആശങ്കയുമായി സമസ്ത. 2026 ഹജ്ജ് വിമാന സർവീസുകൾ നടത്താൻ വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച വ്യോമയാന മന്ത്രാലയം. പതിവ് ഹജ്ജ് സർവീസുകൾക്ക് പുറമെ ഈ വർഷം 20 ദിവസമുള്ള ഷോർട്ട് ഹജ്ജ് സർവീസിനും ടെൻഡർ ക്ഷണിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് ആശങ്ക പടർത്തുന്ന അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെ കണക്കുകളിൽ വ്യക്തത വരുത്തി ആരോഗ്യവകുപ്പ്. ഈ വർഷം ആകെ 17 പേർ രോഗബാധയെ തുടർന്ന് മരിച്ചതായും 66 പേർക്ക് രോഗം ബാധിച്ചതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. സെപ്റ്റംബർ മാസം 10 വരെയുള്ള കണക്കുകൾ പ്രകാരം 2025 ചികിത്സ തേടിയ 60 പേരിൽ 42 പേർക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സംശയിക്കുന്നു എന്നതായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ കണക്കുകളിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തി 66 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതായുള്ള വിവരങ്ങൾ പുറത്തുവന്നത്. സെപ്റ്റംബർ 12-ന് 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ മാസം ഇതുവരെ 19 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 7 പേർ മരിക്കുകയും ചെയ്തു. ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഈ വർഷം എലിപ്പനി ബാധിച്ചാണ് ഏറ്റവും അധികം ആളുകൾ മരിച്ചത്. ഈ വർഷം 139 പേരും ഈ മാസം 13 പേരുമാണ് എലിപ്പനി ബാധിച്ച് മരിച്ചത്. ഇക്കൊല്ലം ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച 58 പേരും ഡെങ്കിപ്പനി മൂലം 33 പേരും മരിച്ചു. പനി ബാധിച്ച് 38 മരണവും പേവിഷബാധ മൂലം 23 മരണവും റിപ്പോർട്ട് ചെയ്തതായി കണക്കുകൾ വ്യക്തമാക്കി. M5 ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രി ഒട്ടകപക്ഷിയെ പോലെ മണ്ണിൽ മുഖം താഴ്ത്തിയിരിക്കുന്നു. KSU നേതാക്കളെ തീവ്രവാദികളെ പോലെ മുഖം മൂടി അണിയിച്ചതിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കേരള പോലീസിനെ തകർത്ത തരിപ്പണമാക്കിയെന്ന വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഇതിന് ഉത്തരം പറയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ ഒരു സംസ്ഥാനത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ എത്ര ദയനീയമായ അധപ്പതനമാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് തൃശ്ശൂരിലെ സാധാരണക്കാരായ ഒരാളല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. DYFI ജില്ലാ സെക്രട്ടറി പറഞ്ഞിരിക്കുകയാണ്. അതായത് കവർച്ചാ സംഘമാണ് നേതൃത്വത്തിലുള്ളവർ, ജില്ലാ നേതൃത്വത്തിലുള്ളവർ. അപ്പോൾ സംസ്ഥാന നേതൃത്വത്തിലുള്ള ഒരു കൊള്ളക്കാരാണെന്നാണ് അതിന്റെ അർത്ഥം. ജില്ലാ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ കോടീശ്വരന്മാരായി മാറിയെന്നുള്ളതാണ്. എല്ലാവിധ കളങ്കിതമായ ഏർപ്പാടുകളിലും പങ്കാളികളാണ് ജില്ലാതലത്തിലുള്ള നേതാക്കന്മാർ. ഞങ്ങൾ പറഞ്ഞല്ലോ, ഭരണം ജില്ലാ നേതൃത്വത്തിനും ഏരിയ നേതൃത്വത്തിനുമായിട്ട് പങ്കുവച്ചു കൊടുത്തിരിക്കുകയാണ്. പോലീസ് ഭരണം അവരാണ്, SP വയ്ക്കുന്നത് അവരാണ്, SHOമാരെ വയ്ക്കുന്നവരാണ്, എല്ലാത്തിലും കമ്മീഷനാണ്, സ്ഥലം നികത്തുന്നതിൽ കമ്മീഷനാണ്. എല്ലാ വൃത്തികെട്ട ഇടപാടുകളിലും കളങ്കിതമായ ഇടപാടുകളിലും CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവാണ് പുറത്തു വന്നിരിക്കുന്നത്. കരുവന്നൂരിൽ 400 കോടി രൂപയിലധികമാണ് പാവപ്പെട്ടവർക്ക് നഷ്ടപ്പെട്ടത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഓപ്പറേഷൻ നടത്താൻ പണമില്ലാതെ പൊട്ടിക്കരയാണ് പാവപ്പെട്ട ആളുകൾ. മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് നിക്ഷേപിച്ചിരുന്ന പണമില്ല, തിരിച്ചില്ല. ഒരു വീട് വയ്ക്കാൻ വേണ്ടി, ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് പണം നിക്ഷേപിച്ചു, അതിന്റെ പണമില്ല. ആ പണമെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുവരികയാണ് നേതാക്കന്മാർ, കൊള്ളയടിക്കുകയാണ്. എവിടെ പോയി ED അന്വേഷണം നടത്തിയിട്ട് കോംപ്രമൈസായി. ED ഇപ്പൊ കഴുത്തിൽ പിടിമുറുക്കി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചാണ്. ഓർമ്മയുണ്ടല്ലോ, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്, തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവരെ എല്ലാം ഭീഷണിപ്പെടുത്തി BJPക്ക് അനുകൂലമായി പ്രവർത്തിപ്പിച്ചു ആ BJP നേതൃത്വം. കാരണം ഇവരെല്ലാം ഏറ്റവും വലിയ ഗുരുതരമായ അഴിമതി കേസുകളിലെ പ്രതികളായി, മണി ലോണ്ടറിംഗ് കേസുകളിൽ പ്രതികളാകേണ്ട ആളുകളാണ് ആ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ. ഇത് തന്നെയാണ് മിക്കവാറും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സംസ്ഥാന നേതൃത്വത്തിലുള്ളത്. CPM കൊള്ളക്കാരുടെ കവർച്ചാ സംഘമായി CPM നേതൃത്വം എന്ന് പറഞ്ഞത് പ്രതിപക്ഷമല്ല, DYFI ജില്ലാ സെക്രട്ടറിയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഈ സർക്കാരിന്റെ, പിണറായി സർക്കാരിന്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. വ്യാപകമായി കസ്റ്റോഡിയൽ ടോർച്ചർ, കസ്റ്റോഡിയൽ മർദ്ദനങ്ങളെക്കുറിച്ചുള്ള കഥകൾ ഓരോ ദിവസവും പുറത്തു വരികയാണ്. പാർട്ടി നേതാക്കന്മാരുടെ അഴിമതി പുറത്തുവരും എന്ന് ഭയപ്പെട്ട് DYFI നേതാവിനെ അഴിമതി കേസിൽ പെടുത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലിക്കൊന്നു. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്.
സ്കൂളിൽ അവധിയെടുത്തതിന് 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ക്രൂരമായി തല്ലിച്ചതച്ച അധ്യാപകൻ. മലപ്പുറം കടുങ്ങാത്തുകുണ്ടിലാണ് സംഭവം. ബാഫക്കി എത്തിങ്കാന സ്കൂളിലെ അധ്യാപകനായ ഷിഹാബാണ് ക്രൂരമായി മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥിയും രക്ഷിതാക്കളും പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന ബാഫക്കി എത്തിങ്കാന സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെയാണ് അധ്യാപകൻ ക്രൂരമായി തല്ലിച്ചതച്ചതായി പരാതിയുള്ളത്. 2 ദിവസം സ്കൂളിൽ വരാതെ അവധിയെടുത്തതിനാണ് അടിച്ചതെന്ന് വിദ്യാർത്ഥിയും രക്ഷിതാവും പറയുന്നു. 10 F ഡിവിഷനിലെ ക്ലാസ് അധ്യാപകനായ ഷിഹാബാണ് തന്നെ മർദ്ദിച്ചതെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. ബസ് കിട്ടാതിരുന്നതിനാൽ വിദ്യാർത്ഥി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പോയിരുന്നില്ലെന്ന് രക്ഷിതാവും വിദ്യാർത്ഥിയും പറയുന്നു. വ്യാഴാഴ്ച രാവിലെ സ്കൂളിലെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. കടുങ്ങാത്തോണ്ട് ബാക്കഫി എത്തിങ്ങാനയിൽ പഠിക്കുന്ന കുട്ടിയാണ്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ ഈ ഓണത്തിന്റെ ശേഷം വെക്കേഷൻ വന്നതിന് ശേഷം 2 ദിവസം കുട്ടി ക്ലാസ്സിന് പോയിട്ടില്ല. അപ്പം ക്ലാസ് ടൈമിൽ ചെറിയൊരു ചേഞ്ചിങ് വരുത്തിയിരുന്നു. അതുകൊണ്ട് കുട്ടിക്ക് ബസ് കിട്ടാത്തത് കാരണം കുട്ടിക്ക് ക്ലാസ്സിന് പോകാൻ പറ്റിയിട്ടില്ല. കുട്ടി ക്ലാസ്സിന് പോകാത്തത് കൊണ്ട് പിന്നെ അധ്യാപകൻ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അധ്യാപകൻ എന്ന് പറയാണ്. അപ്പം അധ്യാപകനായി കിടക്കുന്ന ഈ ഷിയാബ് എന്ന് പറയുന്ന അധ്യാപകൻ ഈ കുട്ടിനെ വളരെ അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അടിയൊന്നും ഞാൻ ഇന്ന് വരെ എവിടെയും കണ്ടിട്ടില്ല. നല്ലോണം അടിച്ചിട്ട് കുട്ടിനെ അങ്ങോട്ട് എന്തോ മാതിരി ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കൈക്കാണെന്നുണ്ടെങ്കിലും ശരി, കാലിനാണെങ്കിലും ശരി, ഒരുപാട് പറയാൻ പറ്റാത്ത രൂപത്തിൽ കുട്ടിനെ അടിച്ചിട്ട് ഇന്നലെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു തിരൂര്. അവിടുന്ന് പിന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് അവർ കംപ്ലൈന്റ് ഫോർവേഡ് ചെയ്ത്. അത് അവർ തിരൂർക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് തിരൂരിൽ നിന്ന് കൽപ്പനാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ചെയ്യാന്നാണ് പറഞ്ഞത്. പിന്നെ ഇന്നലെ രാവിലെ 9:30 കുട്ടീക്ക് ഇത്രയും ക്രൂരമായ മർദ്ദനം ഉണ്ടായിട്ടുള്ളത്. ഒരു അധ്യാപകന് അദ്ദേഹം ഒരു സിനിമ സ്റ്റൈലിലേക്കാണ് മൂപ്പര് ഷോൾഡർ പിടിച്ചിട്ട് കുട്ടിനെ പൊന്തിക്കുക, അതേമാതിരി ചുമരുമൊക്കെ കുട്ടിന്റെ തല ഇടിപ്പിക്കുക, കാലിന്, കയ്യിന്, ഭാര്യക്ക്, വയറിന്, ഇവിടൊക്കെയാണ് ഇയാളെ ദ്രോഹിച്ചിട്ടുള്ളത് അധ്യാപകന്. അപ്പോ ഞങ്ങൾ വീട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു കുട്ടിന്റെ ഉമ്മാനായിട്ട്. അവിടുന്ന് വന്നപ്പോൾ ഏകദേശം 9:30 മണിയായിക്കണ് നൈറ്റില്. അവിടുന്ന് അതിന്റെ ശേഷമാണ് ഞങ്ങൾ കുട്ടിനെ ഹോസ്പിറ്റലിൽ കാണിച്ചത്. പിന്നെ ബസ്സിന്റെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് തന്നെ ഈ വിജയവേരിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് രാവിലെ ക്ലാസ് 9 മണിക്കാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ആ കുട്ടി ഇവിടുന്ന് 6 മണിക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ടാണ് കുട്ടി അങ്ങോട്ട് പോണത്. അപ്പോൾ ഈ ലൈൻ ബസ്സിന്റെ ലൈൻ ബസ്സിൽ കുട്ടികളെ കയറ്റുന്നുണ്ട്, കയറ്റാതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഈ വിജയവേരിന്റെ ക്ലാസ് ചേഞ്ച് വരുത്തിയ ടൈമിന് മാറ്റം വരുത്തിയതിൽ കുട്ടിന്റെ ബസ്സിന്റെ ടൈമും അവർ മാറ്റം വരുത്തിയിട്ടില്ല. കൃത്യമായിട്ട് ഈ ബസ് എത്താത്തത് കൊണ്ടാണ് ഈ കുട്ടി ടൈമിങ്ങിന് എത്താത്തത്. അങ്ങനെയാണ് ഈ കുട്ടി ക്ലാസ്സിൽ 2 ദിവസം പോവാത്തത്. അതിനു വേണ്ടിയിട്ട് ഇത്രയും വലിയ ഒരു മർദ്ദനം കുട്ടിക്ക്. കോളറിൽ പിടിച്ച ചുമരിലേക്ക് കയറ്റി നിർത്തി വടി ഉപയോഗിച്ച് മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. കാലിന് അടിച്ചതിനാൽ ഇപ്പോഴും വേദനയും നടക്കാൻ ബുദ്ധിമുട്ടുമുണ്ടെന്നും കുട്ടി പറയുന്നു. തല ചുവരിൽ ഇടിപ്പിച്ചതിനാൽ തലകറക്കവും അനുഭവപ്പെടുന്നുണ്ട്. മർദ്ദനത്തിന്റെ പാടുകൾ കണ്ട ഡോക്ടർ പോലും അമ്പരന്നു പോയെന്ന് രക്ഷിതാവ് പറഞ്ഞു. പോലീസിന്റെ 3ാം മുറയേക്കാൾ ക്രൂരമായാണ് മർദ്ദിച്ചതെന്ന് രക്ഷിതാവ് പറയുന്നു. സംഭവത്തിൽ അധ്യാപകനെതിരെ കൽപ്പകഞ്ചേരി പോലീസിലും ശിശുക്ഷേമ സമിതിയിലും പരാതി നൽകിയിട്ടുണ്ട്. അധ്യാപകനെതിരെ നടപടിയുണ്ടാകുന്നതുവരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. M5 ന്യൂസ്, മലപ്പുറം. സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമത്തിൽ ആശങ്കയുമായി സമസ്ത. മതേതര സർക്കാർ എന്തിനാണ് മതം തിരിച്ച് ചേരി തിരിച്ച് സംഗമം നടത്തുന്നതെന്ന് അബ്ദുസമദ് പൂക്കൂട്ടൂർ ചോദിച്ചു. കഴിഞ്ഞ കുറെ കാലങ്ങളായി മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വലിയ തോതിൽ ആനുകൂല്യം തേടുന്നുവെന്ന പ്രചാരണമുണ്ടായി. ഇത് ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങൾ തമ്മിൽ അകലമുണ്ടാക്കി. മുസ്ലിം വിഭാഗത്തിന് നഷ്ടപ്പെട്ട ആനുകൂല്യം തിരിച്ചു നൽകാൻ കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം വിജയമാകുമെന്നും അല്ലെങ്കിൽ പ്രഹസനമാകുമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ മലപ്പുറത്ത് പറഞ്ഞു. അതിന്റെ വാർത്തകൾ നിരവധി പത്രത്തിൽ വന്നു. സംവരണ അട്ടിമറി തുടർച്ചയായി നടക്കുന്നു. നഷ്ടം സംഭവിക്കുന്ന ആർക്കാണ്? പിന്നാക്ക ന്യൂനപക്ഷ സമൂഹത്തിനാണ് ഇതിലൂടെ നഷ്ടമുണ്ടായിട്ടുള്ളത്. ഈ നഷ്ടങ്ങളൊന്നും നികത്താൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതെ സത്യത്തിൽ ന്യൂനപക്ഷ സംഗമം വിളിച്ച് ഗവൺമെന്റ് എന്താണ് പറയാൻ പോകുന്നത് എന്ന ആശങ്കയോടാണ് നമ്മൾ കാണുന്നത്. വിളിച്ചുകൂട്ടി ഒരു ചായ സൽക്കാരം നടത്തി, ഒരു പ്രീണനം നടത്തി പിരിഞ്ഞു പോയതുകൊണ്ട് പ്രയോജനമില്ല. അതേസമയത്ത് ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് എന്ത് നയം സ്വീകരിക്കുന്നു, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളം മതസൗഹാർദ്ദത്തിന്റെ വിഷയത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ തന്നെ റോൾ മോഡലാണ് കേരളം. അങ്ങനെയുള്ള കേരളത്തിലാണ് SNDPയുടെ ഒരു നേതാവ്, ഞാൻ ആ സംഘടനയെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഒരു വ്യക്തിയുടെ പരാമർശം ഒരുപക്ഷെ ഒരു സംഘടനയുടെ മേൽ വെച്ച് കെട്ടാൻ പറ്റില്ല. അദ്ദേഹം മലപ്പുറത്തൊക്കെ വന്ന് വളരെ മോശമായ രീതിയിലാണ് പ്രസംഗിച്ചത്. അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും നമ്മുടെ സുഹൃത്തുക്കളെ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു.
പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ നിലനിൽക്കുന്ന സൗഹാർദ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങളും മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾക്കറിയാം മലപ്പുറത്തിന്റെ സൗഹാർദ്ദ പശ്ചാത്തലം. അദ്ദേഹം ഇവിടെ വന്ന് വളരെ തെറ്റായ ഒരു ശൈലിയിലാണ് അദ്ദേഹം പരാമർശം നടത്തിയതെന്ന് ശരിയാണ്. ആ പരാമർശം നടത്തിയ വ്യക്തിയെ പ്രത്യേകമായി ആദരിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും ഒരു തെറ്റായ മെസ്സേജ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടോ എന്ന് സംശയിച്ചു പോയാൽ അതിൽ തെറ്റുണ്ടോ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഒരുപക്ഷെ ഇങ്ങനെ രണ്ട് സംഗമങ്ങൾ നടത്തി ഗവൺമെന്റ് ഒരുപക്ഷെ ഇപ്പോൾ ഈ പോലീസ് മർദ്ദനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ആധിക്യത്തെക്കുറിച്ചും ഒക്കെ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സമുദായങ്ങളെ വിളിച്ചു ചേർത്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷം അല്ലെങ്കിൽ സർക്കാർ അനുകൂലമായ ഒരു സമീപനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ, എന്താണ് ഇതിന്റെ തന്ത്രമെന്നറിയില്ല. ഇനി എന്താണെങ്കിലും ഒരു ഗവൺമെന്റ് നടത്തുന്ന ഒരു വിഷയത്തെ നമ്മൾ എതിർക്കുകയല്ല, പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവിടെ നഷ്ടങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേവലം വാക്കുകളിലും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിലും കാര്യങ്ങൾ ഒതുക്കാതെ അർഹതപ്പെട്ടത് ന്യൂനപക്ഷത്തിന് നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ശക്തമായി നമുക്കിതിൽ ആവശ്യപ്പെടാനുള്ളത്. അതിൽ പ്രധാനം ഒരുപാട് സ്കോളർഷിപ്പ് സ്കീമുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഉദാഹരണമായി മാർഗദീപം സ്കോളർഷിപ്പ്, അതിൽ വലിയ നഷ്ടം സംഭവിച്ചു. 2,31,864 കുട്ടികൾ മുസ്ലിം സമൂഹത്തിൽ അപേക്ഷിച്ചു. കേവലം 1.56 ലക്ഷം കുട്ടികൾ പുറത്താവുക മാത്രമല്ല, കേവലം 75,073 കുട്ടികൾക്കാണ് കിട്ടിയത്. അതേസമയത്ത് മറ്റൊരു സമുദായത്തിൽ നിന്ന് 5,52,264 അപേക്ഷ വന്നപ്പോൾ 46,585 പേർക്കും സ്കോളർഷിപ്പ് കിട്ടി. കുറച്ചാളുകൾ മാത്രമേ മാറ്റി നിർത്തപ്പെട്ടുള്ളൂ. ഇവിടെ മുസ്ലിം സമൂഹത്തിന് 1.56 ലക്ഷം കുട്ടികൾക്ക് ആ സ്കോളർഷിപ്പിന്റെ അപേക്ഷ പോലും തള്ളി അവർക്ക് അവകാശം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു സമുദായത്തിന് എന്തുകൊണ്ട് കൂടുതൽ നഷ്ടം സംഭവിക്കുന്നു? ഇതൊന്നും നമ്മൾ കമ്മ്യൂണലായിട്ടല്ല പറയുന്നത്. കമ്മ്യൂണിറ്റിയുടെ സാമുദായികമായ വിഷയങ്ങളെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ട കടമ നമുക്കുണ്ട്. ആ കടമ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പോഴൊക്കെ ചിലർ ഉടനെ തന്നെ മുന്നോട്ട് വരും, അത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പറയുകയാണ്. അങ്ങനെ ഒരു പാർട്ടി കമ്മിറ്റ്മെന്റ് കൊണ്ടല്ല ഇത് പറയുന്നത്. ഇത് നമ്മൾ നിഷ്പക്ഷമായി തന്നെ വിലയിരുത്തിയാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. മുസ്ലിം സമൂഹത്തിന് പ്രത്യേകിച്ചും മറ്റു പിന്നാക്ക സമൂഹത്തിന് പൊതുവിലും ഒരുപാട് നഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷ സമുദായത്തിന് ലഭിക്കുന്നതിൽ നമുക്ക് യാതൊരു കെറുവുമില്ല, അവർക്ക് നേടാം, അതിനവർക്ക് അവകാശമുണ്ട്. പക്ഷെ ന്യൂനപക്ഷത്തിന്റെ അവകാശം കവർന്നെടുക്കുന്ന ഒരു സമീപനം ഉണ്ടാകരുത്. അത് നഷ്ടപ്പെട്ടത് ഗവൺമെന്റ് വകവെച്ച് തരണമെന്നാണ് ശക്തമായ ഭാഷയിൽ ഈ ന്യൂനപക്ഷ സംഗമത്തിന്റെ മുമ്പേ തന്നെ നമുക്ക് ഗവൺമെന്റിന് മുമ്പിൽ വെക്കാനുള്ളത്. M5 ന്യൂസ് മലപ്പുറം. നായ കുറുകെ ചാടി ബൈക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു. പാലക്കാട് അനനെല്ലൂർ സ്കൂൾ പടിയിലാണ് ദാരുണമായ അപകടമുണ്ടായത്. ബൈക്ക് യാത്ര ചെയ്യുകയായിരുന്ന സലീനയാണ് മരിച്ചത്. മലപ്പുറം മേലാറ്റൂർ കിഴക്കുംപുറം സ്വദേശിയാണ് സലീന. അപകടത്തിൽ സലീനയുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. ബൈക്ക് ഓടിച്ച സലീനയുടെ മകൻ മുഹമ്മദ് ഷമ്മാസ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് അപകടം. സലീനയും മകനും ബന്ധുവീട്ടിൽ പോയി തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടം നടന്നത്. യാത്രക്കിടെ ബൈക്കിന് കുറുകെ നായ ചാടുകയായിരുന്നു. തുടർന്ന് ബൈക്കിന്റെ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞു. അപകടത്തിൽ സലീനയ്ക്ക് ഗുരുതരമായ പരിക്കാണ് പറ്റിയത്. ഉടൻ തന്നെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. 2 ദിവസമായി ഇവർ ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 7 മണിക്കാണ് മരണം സംഭവിച്ചത്. വലിയ രീതിയിൽ തെരുവുനായ ശല്യം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണിതെന്നാണ് വിവരം. മുൻപും പരാതികൾ ഉയർന്നിരുന്നു. വ്യാപാരി വ്യവസായികളും പ്രദേശവാസികളും ഉൾപ്പെടെയാണ് പരാതി നൽകിയിരുന്നത്. എന്നാൽ വേണ്ട നടപടി ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്. M5 ന്യൂസ് പാലക്കാട്. 2026 ഹജ്ജ് വിമാന സർവീസുകൾ നടത്താൻ വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച് വ്യോമയാന മന്ത്രാലയം. പതിവ് ഹജ്ജ് സർവീസുകൾക്ക് പുറമെ ഈ വർഷം 20 ദിവസമുള്ള ഷോർട്ട് ഹജ്ജ് സർവീസിനും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് 1,22,518 പേരാണ് ഹജ്ജിന് പോകുന്നത്. ഹജ്ജ് സർവീസുകൾ ഏപ്രിൽ 18-ന് ആരംഭിച്ച മടക്ക സർവീസുകൾ ജൂൺ 30-ന് സമാപിക്കുന്ന രീതിയിൽ സർവീസ് നടത്തുന്നതിനാണ് ടെൻഡർ ക്ഷണിച്ചത്. കരിപ്പൂർ, കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളടക്കം ഇന്ത്യയിലെ 18 വിമാനത്താവളങ്ങളിൽ നിന്നാണ് 2026 ഹജ്ജ് സർവീസുകൾ ഉണ്ടാവുക. ഷോർട്ട് ഹജ്ജ് സർവീസ് കേരളത്തിലെ കൊച്ചി അടക്കം 7 വിമാനത്താവളങ്ങളിൽ നിന്നും സർവീസ് നടത്തും. ഈ മാസം 25-നുള്ളിൽ ടെൻഡർ നൽകണം. ടെൻഡർ ഏറ്റെടുക്കുന്ന വിമാന കമ്പനികൾ ഓരോ തീർത്ഥാടകനും 20 കിലോ വീതമുള്ള 2 ബാഗേജുകളും 7 കിലോയുടെ ഹാൻഡ് ബാഗേജും കൊണ്ടുപോകാൻ അനുവദിക്കണം. സംസം തീർത്ഥജലം നേരിട്ട് എത്തിക്കുകയും വേണം. 2 ഘട്ടങ്ങളിലായാണ് ഹജ്ജ് സർവീസുകൾ ക്രമീകരിക്കുന്നത്. ഇതിൽ ആദ്യഘട്ട സർവീസുകൾ ഏപ്രിൽ 18-ന് ആരംഭിക്കും. ഈ സർവീസുകൾ മദീനയിലേക്കായിരിക്കും പുറപ്പെടുക. മെയ് 4-ന് ആദ്യഘട്ടം അവസാനിക്കും. ഇവരുടെ മടക്ക സർവീസുകൾ ജിദ്ദയിൽ നിന്നായിരിക്കും.
ജൂൺ 2-ന് ആരംഭിച്ച് 19-ന് സമാപിക്കുന്ന രീതിയിലേക്ക് സർവീസുകൾ ക്രമീകരിക്കാനാണ് ടെൻഡറിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 52,968 തീർത്ഥാടകർ പുറപ്പെടും. രണ്ടാം ഘട്ട സർവീസുകൾ മെയ് 5 മുതൽ 19 വരെയാണ് നടക്കുക. കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിൽ നിന്നും മെയ് 5 മുതലായിരിക്കും സർവീസ്. ഈ വിമാനങ്ങൾ നേരിട്ട് ജിദ്ദയിലേക്ക് പുറപ്പെടും. ഇവയുടെ മടക്ക സർവീസുകൾ ജൂൺ 11 മുതൽ മദീനയിൽ നിന്നായിരിക്കും. അവസാന ഹജ്ജ് വിമാനം ജൂൺ 30-ന് ഇന്ത്യയിലെത്തും. രണ്ടാം ഘട്ടത്തിൽ 58,712 തീർത്ഥാടകരാണ് പുറപ്പെടുക. ഷോർട്ട് ഹജ്ജ് സർവീസുകൾ മെയ് 17 മുതൽ 20 വരെയാണ് ക്രമീകരിക്കുക. ഇവരുടെ യാത്രയും ജിദ്ദയിലേക്കായിരിക്കും. മടക്ക സർവീസുകൾ ജൂൺ 5-ന് ആരംഭിച്ച് 8-ന് സമാപിക്കും. 10,838 പേർക്കാണ് ഷോർട്ട് ഹജ്ജ് സർവീസ് ഒരുക്കുക. കൊച്ചിയിൽ നിന്ന് 979 തീർത്ഥാടകരാണ് ഷോർട്ട് ഹജ്ജിൽ ഉൾപ്പെട്ടത്. M5 ന്യൂസ്, മലപ്പുറം. KT ജലീലിനെതിരെ PK ഫിറോസ് അങ്ങാടിയിൽ തോറ്റതിന് മുണ്ട് പൊക്കി കാണിക്കുന്ന അല്പനാണെന്നും ഇനി CBIയിൽ പരാതി കൊടുത്താലും തന്റെ ഒരു രോമത്തിന് പോറൽ ഏൽക്കില്ലെന്നും ഒരു ലീഗ് പ്രവർത്തകന്റെയും ദേഹത്ത് മണ്ണിടാൻ കഴിയില്ല എന്നത് ആത്മവിശ്വാസമാണെന്നും ജലീലിന്റെ പേരെടുത്ത് പറയാതെ PK ഫിറോസിന്റെ പ്രസംഗം. മലപ്പുറം പൂക്കോട്ടൂർ യൂത്ത് ലീഗ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു PK ഫിറോസ്. വയനാട്ടിലെ ഭൂമി വാങ്ങാൻ ഏൽപ്പിക്കേണ്ടത് അത് വഹാബ് സാഹിബിനെയല്ലേ ഏൽപ്പിക്കേണ്ടത് എന്ന് പറയാം. കായികത്തിന്റെ രജിസ്ട്രേഷൻ ഒരു കാലത്തും നടപ്പിലാക്കാൻ പോകുന്നില്ല. PMCയുടെ രജിസ്ട്രേഷൻ നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് പറയാം. അതിന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, പണിയും പൂർത്തിയായി, ഉദ്ഘാടനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞ വയനാട്ടിലെ ഭൂമി ഒരു കാലത്തും അവിടെ വീടുണ്ടാക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദുരന്തം അനുഭവിക്കുന്ന ജനതയോട് പറഞ്ഞു, വേണമെങ്കിൽ നിങ്ങൾ സർക്കാരിലേക്ക് മടങ്ങി വന്നോ, ഇവിടെ ഒരു കാലത്തും പണി നടക്കാൻ പോകുന്നില്ല. കാരണം ഇത് കമ്മീഷൻ ഏജന്റുമാരുടെ താല്പര്യമാണ്. കഴിഞ്ഞ 1-ാം തീയതി ഈ പറഞ്ഞ ഭൂമിയിലാണ് പാണക്കാട് സൈദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 105 വീടുകളുടെ നിർമ്മാണം. പിന്നെ PK ഫിറോസിന് കൂലിയും വേലയില്ല. പിന്നെ അക്ഷരം കുറേ പറഞ്ഞു, കൂലിയും വേലയില്ല. അത്ര എങ്ങനെ വീട് വെച്ചത്, എങ്ങനെയാണ് സ്ഥലം വാങ്ങിച്ചത്. പിന്നെ പറയുന്നു ഇവർക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഇവർക്ക് ട്രാവൽസ് ഉണ്ട്, വില്ല പ്രോജക്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് വിദേശയാത്രയെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് മുണ്ട് പൊക്കി കാണിച്ചു. ഇവരെ പൊതുവിൽ ഇപ്പൊ അങ്ങനെ മുണ്ട് പൊക്കുന്ന ഏർപ്പാടാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറയാറുണ്ട്. അങ്ങാടി തോറ്റതിന് മുണ്ട് പൊക്കുന്ന ആളെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അത് ഈ പറഞ്ഞ അല്പനാണ്. ഇതിനിപ്പോ പറയണം, ഞാൻ EDക്ക് പരാതി കൊടുക്കും, വിജിലൻസിന് പരാതി കൊടുക്കും. ഈ അല്പനോട് പറയട്ടെ, EDയിലല്ല, വിജിലൻസിലല്ല, CBIക്ക് പരാതി കൊടുത്താലും ഈ രോമത്തിൽ പോലും ഒരു പോർട്ടൽ. ഈ നാട്ടിലെ ഒരു ലീഗ് പ്രവർത്തകന്റെയും ഒരു ദേഹത്ത് ഒരു പൊടി മണ്ണിടാൻ ഈ അല്പനല്ല 1000 അല്പന്മാർ വിചാരിച്ചാലും സാധ്യമാവില്ല എന്ന ആത്മവിശ്വാസം, ആ അഭിമാനബോധം ഓരോ ലീഗ് പ്രവർത്തകനും. തിരിച്ചൊരു കാര്യം ഞാൻ പറയാം. ഈ അല്പൻ 1-ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മന്ത്രിയായിരുന്നു. അന്ന് മന്ത്രിയായപ്പോ ഈ മലപ്പുറത്ത് വന്നൊരു വെല്ലുവിളി നടത്തി. യൂത്ത് ലീഗ് രാജിവെക്കണം എന്ന് പറഞ്ഞപ്പോ, രാജിവെക്കാൻ എന്നെ മന്ത്രിയാക്കിയത് പാണക്കാട് എന്നല്ലടോ, AKG സെന്ററിലാണ് എന്ന് പറഞ്ഞിട്ട് ഈ അല്പം പ്രസംഗിച്ചു പോയി. ആ അല്പനെ മന്ത്രി കസേരയിൽ നിന്ന് രാജിവെപ്പിക്കാൻ മുസ്ലിം യൂത്ത് ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. അത് സീസൺ 1. മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചത് സീസൺ 1. നാളെ സീസൺ 2 ആരംഭിക്കാൻ പോവുകയാണ്. MLA സ്ഥാനത്ത് നിന്നും തിരിച്ച് താഴെ ഇടാനുള്ള എല്ലാ ആയുധവും സംഭരിച്ചിട്ടാണ് നമ്മൾ പോരിനിറങ്ങിയിട്ടുള്ളത്. ഇത്തരം അഴിമതിക്കാരെ, ഇത്തരം സ്വജനപക്ഷപാതികളെ, ജനങ്ങളെ ഇമ്മട്ടിൽ ഭരിച്ചു കുടിക്കുന്നവരെ, അവരുടെ അടിസ്ഥാനപരമായ അവകാശങ്ങളെ ചോദ്യം ചെയ്യുന്നവരെ, അവരെ പിടിച്ച് താഴെയിടുക എന്ന ഉത്തരവാദിത്വം കൂടി 2026-ൽ നമുക്ക് നിർവഹിക്കാനുണ്ട്. അതിന് സജ്ജരായി നിൽക്കുക. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് വായിക്കാൻ പുസ്തകവും കഴിക്കാൻ മരുന്നും അയച്ചു കൊടുത്ത SFI പ്രതിഷേധം. ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന പീഡനവീരൻ എന്ന ബാനറിലാണ് രാഹുൽ മാങ്കുടത്തിൽ MLAക്ക് വായിക്കാൻ ഓഷയുടെ സ്ത്രീ എന്ന പുസ്തകവും കഴിക്കാനുള്ള പാരസെറ്റാമോളും അയച്ചു കൊടുത്ത SFI പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പുസ്തകവും മരുന്നും അയച്ചു കൊടുത്തു. രാഹുൽ മാങ്കുടത്തിൽ MLAയെ വെള്ളപൂശാൻ കഴിഞ്ഞ ദിവസങ്ങളിലായി യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ശ്രമം നടത്തുന്നതായി SFI ആരോപിച്ചു. കഴിഞ്ഞ ദിവസം TV അവതാരകനും സാമൂഹ്യ പ്രവർത്തകനുമായ രാഹുൽ ഈശ്വർ പാലക്കാട്ടെ MLAയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ്
SFIയുടെ വേറിട്ട പ്രതിഷേധം. ഭൂഷുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും എല്ലാം നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് രാഹുൽ ഈശ്വറുടെ ഒരു പ്രസ്താവനയും അതുപോലെ തന്നെ ഒരു പോസ്റ്റും വീഡിയോ ഉൾപ്പെടെ കണ്ടത്. രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശ്വറിന് അയച്ച ഒരു വാട്സപ്പ് മെസ്സേജിനകത്ത് ഇങ്ങനെ തുടർന്നാണ് MLAക്ക് വായിക്കുന്നതിന് ഓഷോ എഴുതിയ സ്ത്രീ എന്ന പുസ്തകവും പാരസെറ്റമോൾ ഗുളികകളും പാലക്കാട്ടെ മുഖ്യ തപാൽ ഓഫീസ് വഴി SFI പ്രവർത്തകർ അയച്ചു കൊടുത്തത്. MLAക്ക് വായിക്കാൻ നല്ല പുസ്തകങ്ങളും കഴിക്കാൻ മരുന്നും SFI തുടർന്നും നൽകുമെന്നും പാലക്കാട്ടെ ജനങ്ങളെ അസ്വസ്ഥമാക്കാൻ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് വരരുതെന്നും സമരക്കാർ പറഞ്ഞു. M5 ന്യൂസ് പാലക്കാട്. പാലക്കാട് കൂറ്റനാട് 22-കാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. നാഗലശ്ശേരി സ്വദേശി സത്യൻകോട് വീട്ടിൽ മണികണ്ഠന്റെ മകൾ രഞ്ജിമയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെ വീട്ടുമുറിയിലെ സീലിംഗ് ഹൂക്കിൽ സാരിയിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ പെൺകുട്ടിയെ കണ്ടത്. തുടർന്ന് കുടുംബം ചാലിശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. KSU പ്രവർത്തകരെ മുഖം മൂടിയും കൈവിലങ്ങും ധരിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പിയിലെ വസതിയിലേക്ക് നടന്ന യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇന്നലെയാണ് മുള്ളൂർക്കരയിൽ KSU SFI സംഘർഷവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെ കോടതിയിലേക്ക് കറുത്ത മുഖംമൂടി വച്ച കൊണ്ടുവന്നത്. അഭിഭാഷകൻ മജിസ്ട്രേറ്റിനെ ഈ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോടതി പ്രതികളുമായി എത്തിയ വടക്കാഞ്ചേരി SI ഹസൈനാറോട് വിശദീകരണം തേടി. തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് പ്രതികളെ മുഖംമൂടി ധരിപ്പിച്ചത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ പരാതിക്കാർ FIR-ൽ പേര് രേഖപ്പെടുത്തിയ അതേ പ്രതികളെ തന്നെയാണ് കോടതിയിൽ ഹാജരാക്കിയത് എന്നതിനാൽ എന്ത് തിരിച്ചറിയലാണ് നടത്താനുള്ളതെന്ന കോടതിയുടെ ചോദ്യത്തിന് പോലീസ് ഉദ്യോഗസ്ഥന് വ്യക്തമായ മറുപടി നൽകാനായില്ല. സംഭവത്തിൽ വടക്കാഞ്ചേരി SHOക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചു. SHOയുടെ നടപടിക്കെതിരെ ജില്ലാ പോലീസ് മേധാവിക്കും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനും റിപ്പോർട്ട് ചെയ്യാനും ഷോക്കൌട്ട് നോട്ടീസ് നൽകാനും കോടതി ഉത്തരവിട്ടു. ഈ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ പട്ടാമ്പി വള്ളുവരിലെ വസതിയിലേക്ക് മാർച്ച് നടത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. M5 ന്യൂസ് പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമീബിക് മസ്തിഷ്ക ജ്വരം ഈ വർഷം ആകെയുണ്ടായത് 17 മരണങ്ങൾ. രോഗം ബാധിച്ചത് 66 പേർക്കെന്ന ആരോഗ്യ വകുപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഒരാൾ രോഗമുക്തി നേടി. മുഖ്യമന്ത്രിയുടെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചു. വോട്ടർ പട്ടിക പരിഷ്കരണത്തെ എതിർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രി ഒട്ടകപക്ഷിയെ പോലെ മണ്ണിൽ മുഖം താഴ്ത്തിയിരിക്കുന്നു. മതേതര സർക്കാർ എന്തിനാണ് മതം തിരിച്ച് ചേരി തിരിച്ച് സംഗമം നടത്തുന്നത്? സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമത്തിൽ ആശങ്കയുമായി സമസ്ത. 2026 ഹജ്ജ് വിമാന സർവീസുകൾ നടത്താൻ വിമാന കമ്പനികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ച വ്യോമയാന മന്ത്രാലയം. പതിവ് ഹജ്ജ് സർവീസുകൾക്ക് പുറമെ ഈ വർഷം 20 ദിവസമുള്ള ഷോർട്ട് ഹജ്ജ് സർവീസിനും ടെൻഡർ ക്ഷണിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.